രാമായണം. സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി കഴിയുമ്പോൾ രാവണന് പുഷ്പവിമാനത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ഭർത്താവ് തന്നെ അന്വേഷിച്ചു വരുമെന്നറിയാവുമായിരുന്ന സീത തൻ്റെ ആഭരണങ്ങളൊക്കെ ഊരി നിലത്തിടുന്നുണ്ട്. അപ്പോൾ ഈ രാമൻ സീതയെ അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ആഭരണങ്ങളൊക്കെ കാണുന്നു. ഈ ആഭരണങ്ങൾ വാനരന്മാരെടുത്തുകൊണ്ട് രാമൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ രാമൻ ഇത് നോക്കിയിട്ട് പറയും, അല്ലയോ അനുജ, എൻ്റെ കണ്ണുകൾ കരഞ്ഞ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണുകളുടെ കാഴ്ച കൃത്യതയുള്ളതല്ല, നീ ഇത് നോക്കൂ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടേതാണോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, നാഹം ജ്ഞാനാമി കേയൂരേ നാഹം ജ്ഞാനാഭി കുണ്ടലേ നൂപുരത്വം ജ്ഞാനം അഭി നിത്യം പാദാഭിവന്ദനം എന്നാണ്. എനിക്ക് ഈ കർണാഭരണങ്ങൾ കണ്ടിട്ട് ആരുടേതാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല. എനിക്ക് ഈ തോൾവള കണ്ടിട്ട്, ഈ കുണ്ടലങ്ങൾ തോൾവള കണ്ടിട്ട് എനിക്ക് ഇത് ഏതാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല. എന്നാൽ ഈ നൂപുരം, ഈ പാദസ്വരം കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഇത് ജ്യേഷ്ഠത്തിയുടേത് തന്നെയാണ്. കാരണം ഞാൻ എന്നും പാദാഭിവന്ദനം, പാദം തൊട്ട് തൊഴുമ്പോൾ ഞാൻ ഇത് കാണുന്നതാണ് എന്ന്. ആലോചിക്കണം, എത്ര മനോഹരമായ ജ്യേഷ്ഠത്തിയെ, എത്ര ഞാൻ ആ മുഖത്ത് കുറേ സമയം നോക്കി നിൽക്കാറില്ല. ആ തോൾവളകൾ കാണുന്ന വിധത്തിൽ ആ ശരീരത്തിലേക്ക് ഞാൻ നോക്കി നിൽക്കാറില്ല. എന്നാൽ നിത്യവും ഞാൻ ആ പാദസ്വരം കാണും. ഇതൊക്കെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു ജ്യേഷ്ഠത്തിയോട് ഒരു അനുജൻ എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു വലിയ ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളിതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് രാമായണത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ അടർത്തിയെടുത്ത് ഇങ്ങനെ വ്യാഖ്യാനിച്ച്, ഇതൊന്നും നമ്മൾ ആരെയും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപഗരീയസി, നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആപ്തവാക്യമാണ്. അവരുടെ ഔദ്യോഗിക മുദ്രയിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന വാക്യമാണ്. ലങ്കയൊക്കെ തോൽപ്പിച്ച് രാജ്യം വിഭീഷണന് കൊടുക്കാൻ സമയത്ത് വിഭീഷണൻ രാമനോട് പറയും, അങ്ങ് ഇത് സുവർണ ലങ്കയാണ്, ഇത് ഇനിയും ഇപ്പം കുറച്ച് തകർക്കപ്പെട്ടെങ്കിലും ഇവിടെ എണ്ണമറ്റ സമ്പത്തുണ്ട്, അങ്ങ് ഇവിടെ ഭരിക്കണം. പുഷ്പക വിമാനം ഉൾപ്പെടെയുള്ള ഇപ്പോഴാണ് രാമൻ പറയുന്ന മറുപടിയാണ്, എനിക്ക് ഈ സ്വർണം എന്ന് പറയുന്ന ഈ ലങ്ക എൻ്റെ കണ്ണിന് ഒരു കൗതുകവും നൽകുന്നില്ല. എൻ്റെ പെറ്റമ്മയും ഞാൻ ജനിച്ച നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ മടങ്ങുന്നത്. ഇതൊക്കെ രാമായണത്തിൽ നമുക്ക് എന്നും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ വിക്രമാദിത്യ രാജാവ് വരരുചിയോട് ചോദിച്ചപ്പോൾ വരരുചി പറഞ്ഞ മാം വിദ്യം ജനകാത്മജ എന്ന് പറയുന്ന ഒരു ശ്ലോകം പ്രധാനപ്പെട്ട ശ്ലോകമായിട്ട് ഇന്നും പരിഗണിക്കുകയാണ്. അപ്പോൾ ഈ വർത്തമാന കാലത്തിൽ ഈ വാൽമീകി രാമായണത്തിൽ അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങൾ കൂടി കാലോചിതമായി വ്യാഖ്യാനിച്ച് നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കണം. പിന്നെ രാമായണത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച് വർത്തമാനകാലത്തിലെ ചില ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സമയം ഏകദേശമായി ഞാൻ അവസാനിപ്പിക്കും. ഈ രാമായണത്തിലെ ഓരോ ഇടങ്ങളും എൻ്റെ നാട്ടിലാണെന്ന് പറയാൻ നമുക്കൊക്കെ താല്പര്യമാണ്. കംബോഡിയയിലെ ആളുകൾ, കംബോഡിയയിൽ രാമായണമുണ്ട്, അവർ പറയും രാമൻ ജനിച്ചത് ഇവിടെയാണ്. ഈ നേപ്പാളിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒലി ഒരു പ്രസ്താവന ഇറക്കിയത് നമ്മുടെ രാജ്യവുമായിട്ട് ചെറിയ പ്രശ്നത്തിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വഴിവെച്ച് നമുക്കറിയാം. അദ്ദേഹം ഈ ടൂറിസം വികസനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വന്നപ്പോൾ പറഞ്ഞു രാമൻ ജനിച്ചത് നേപ്പാളിലെ ഈ പ്രദേശത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ വിവാദ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വാൽമീകി ജനിച്ചത് വയനാട്ടിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇന്നും വയനാട്ടിലുണ്ട്. ശ്രീ അസീസ് തരുവണ എന്ന് പറയുന്ന ഒരാൾ വയനാടൻ രാമായണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടും. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന രാമായണങ്ങളെക്കുറിച്ച് പറയും. അവിടെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഓരോ വിഭാഗത്തിനിടയിലും രാമായണങ്ങളുണ്ട്. കുറിച്ച് രാമായണമുണ്ട്, കുറുമ്പ രാമായണമുണ്ട്, അടിയ രാമായണമുണ്ട്. അടിയ രാമായണത്തിൽ സീത എന്ന് പറയുന്ന ഒരു അടിയ പെൺകുട്ടിയാണ്. അവിടെ അവർ വിശ്വസിക്കുന്ന മറ്റൊരു വലിയ സംഭവമുണ്ട്. നമ്മൾ വയനാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പുൽപ്പള്ളിയിൽ മുനിപ്പ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് മുനിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വാൽമീകി രാമായണം എഴുതിയ ആശ്രമമാണിത് എന്ന് പറഞ്ഞ് ഒരു ആശ്രമം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വാൽമീകി സീതാദേവിയെ കൂട്ടിക്കൊണ്ട് താമസിപ്പിച്ചത് ഇവിടെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്.
സീതാദേവി ലവനും കുശനും ജന്മം കൊടുത്ത സ്ഥലം ഇന്നും അവിടെ ഉണ്ട്. അതൊരു ക്ഷേത്രമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്ക് കിട്ടും. സീതാദേവിയുടെ കണ്ണുനീര് വീണുണ്ടായ കുളമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ചെറിയ തടാകം അവിടെയുണ്ട്. തമസാ നദി ഒഴുകിയിരുന്നത് ഇതുവഴിയാണെന്ന് പറഞ്ഞ് കല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു നീർച്ചാൽ അവിടെയുണ്ട്. നമുക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ രാമകഥയുമായി ബന്ധപ്പെട്ട് ഇപ്പം ചടയമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ജഡായുപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ജഡായു മരിച്ചു വീണത്. എത്രയോ ചിലപ്പോൾ ഈ രാമായണം പ്രചരിക്കുന്ന നേപ്പാളിലും ഇന്തോനേഷ്യയിലും കംബോഡിയയിലുമൊക്കെ അവിടെ ജഡായു മരിച്ചു വീണ അല്ലെങ്കിൽ ജഡായു വീണ് കിടന്ന സ്ഥലങ്ങൾ അവർ ചിലപ്പോൾ നോക്കിക്കാണാം. അത് നിങ്ങളുടേതല്ല നമ്മുടേതാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം രാമായണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല സമൂഹത്തിലും പല ആളുകൾക്കിടയിലും പ്രചരിച്ചിരുന്ന ഒരു കഥയാണ്. അത് വാൽമീകി മഹർഷി ഒരു ഗ്രന്ഥമായിട്ട് എഴുതിയതാണ്. വാൽമീകിക്ക് മുമ്പ് തന്നെ രാമായണം കഥ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ധർമാർത്ഥ കാമ മോക്ഷാനാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം. പണ്ടെങ്ങോ പ്രചരിച്ചിരുന്ന പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളെ കഥകളാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം എന്ന് പറയുന്നത് എന്ന്. അതുകൊണ്ട് നമുക്ക് എൻ്റെ സ്വന്തമാണ് രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മര്യാദാ പുരുഷോത്തമനായി ജീവിച്ച് വളരെ രീതിയിൽ തൻ്റെ ഈ ശംഭൂക അതും കൂടി ഒന്ന് സൂചിപ്പിക്കണം. ഈ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്ര സന്യാസി വധിച്ചതാണ് മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അന്ന് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഓരോ വിഭാഗക്കാർക്കും ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്താണെന്ന് വിഭാവനം ചെയ്തിരുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാൾ കച്ചവടത്തിന് പോയാൽ അവൻ വൈശ്യനാണ്. ശൂദ്രകുലത്തിൽ ജനിച്ച ഒരു കൂലി ഒരു ദാസ്യപ്പണി ചെയ്യുന്ന ഒരുവന്റെ മകൻ ദേവപൂജയ്ക്ക് പോവുകയാണെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഈ കർമ്മത്തിനാണ് അന്ന് സ്ഥാനം. നമ്മൾ ഇന്നത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് പിന്നീട് ഇത് പാരമ്പര്യമായിട്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പിന്നീട് മറ്റൊരു തരത്തിൽ ജാതി വ്യവസ്ഥിതി വന്നപ്പോൾ ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് നാം അതിനെ ആലോചിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അന്ന് ഒരു ശൂദ്ര സന്യാസി ശംഭൂകൻ. അപ്പൊ ഈ ശൂദ്രന്മാർക്ക് അന്ന് തപസ് വിധിച്ചിട്ടില്ല, കഥയാണ്. അന്നത്തെ സങ്കല്പമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ന്യായീകരണമാണെന്ന് വിചാരിച്ച് ആക്രമിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയാൾക്ക് തപസ് ചെയ്യാനുള്ള അവകാശമില്ല. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ആ രാജ്യത്ത് ശിശുമരണമൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ രാമനോട് പരാതി പറയുന്നു. രാമൻ രണ്ടാമത് പുഷ്പക വിമാനം, ഈ പുഷ്പവിമാനം ഈ അയോധ്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം കുബേരന് കൊടുക്കും. കാരണം കുബേരന്റെ കയ്യിൽ നിന്ന് രാവണൻ പിടിച്ചെടുത്തതാണ് ഈ പുഷ്പവിമാനം. വിഭീഷണനല്ല കൊടുക്കുന്നത്. ചില നാടോടി കഥകളിലൊക്കെ വിഭീഷണൻ എന്ന് പറയുന്നത് ശരിക്കും വൈശ്രവന് തന്നെയാണ് കൊടുക്കുന്നത്. രണ്ടാമത് രാമൻ പുഷ്പക വിമാനം വാങ്ങുന്നത് ഈ സന്ദർഭത്തിലാണ്. വാങ്ങിയിട്ട് ആ പുഷ്പവിമാനത്തിൽ കയറി എന്താണ് സംഭവം എന്ന് നോക്കാൻ പോകുമ്പോൾ ഒരു കാട്ടിൻ്റെ ഇടയിൽ നിന്ന് പുക പൊങ്ങുന്നു. രാമൻ അവിടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ശൂദ്രൻ ശംഭൂകൻ ഒരു 3 കാലുള്ളൊരു തൂണ് കെട്ടിയിട്ട് ഒരു വലിയ കുഴി എടുത്തിട്ട് അടിയിൽ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിലിങ്ങനെ തല കീഴായി ഈ മുക്കാലിയുടെ മുകളിൽ തല കീഴായി കിടന്ന് തപസ് ചെയ്യാണ്. പ്രാകൃതമായ ഒരിക്കലും അനുവദനീയമല്ല. ഒറ്റക്കാലി തപസ് ചെയ്യാം, തൊഴാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഈ തലയറുക്കാൻ രക്തം ചിന്തിച്ച് തപസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ഈ രാക്ഷസന്മാരൊക്കെ അസുരന്മാരൊക്കെ ബ്രഹ്മാവിൻ്റെ ഒന്ന് വരം വാങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാലോ, ഓരോ അറുത്ത് രക്തമൊക്കെ ഒഴിച്ച് തലയൊക്കെ അറുത്ത് വെച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താണ് നിന്റെ ഉദ്ദേശം? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമൊന്നും ആലോചിച്ചില്ല, ഒറ്റവെട്ടിന് ശംഭുവിനെ വധിച്ചു. ഇതാണ് ശംഭൂക വധം എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുകയും അത് ഒരുപാട് പേർക്ക് ദോഷമായി വരികയും ചെയ്യുന്നത് കൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസറോ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ മുറിച്ചു മാറ്റും, നമ്മൾ കളയും. എന്നിട്ട് ബാക്കി ഭാഗത്ത് അത് വരാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതുപോലെ ഈ ലോകത്തിന് ഇനിയും നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അയാളെ കൊന്നു. മറ്റൊരു തരത്തിൽ രാമനെ ഈശ്വരനായി കാണുന്നവർ പറയുന്നത് ഈ ശംഭൂകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നായിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ സ്വന്തം കൈകൊണ്ട് ഒരാളെ വധിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗപ്രാപ്തി തന്നെ കിട്ടും. അതുകൊണ്ട് അതൊരു മോക്ഷമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളാരും മോക്ഷമാണെന്ന് വ്യാഖ്യാനിക്കില്ല. രാമനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം രാമൻ അയാളെ കൊന്നതാണ്, ഒരു കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളതിനെ അങ്ങനെ ആ തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയും എല്ലാ വ്യാഖ്യാനങ്ങൾക്കും അത് ഉത്തരം നൽകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരുടേതായ ഉത്തരം കണ്ടെത്താം.
ഈശ്വര ചൈതന്യം വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ കണ്ടെത്താം. പക്ഷെ എന്താണ് അന്നത്തെ നിയമം, അന്നത്തെ രീതി? ഈ വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് ത്രേതായുഗത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ തോന്നും. ഇങ്ങനെ ഒരുപാട് ആദ്യമായിട്ട് രാമായണത്തിൽ രാമനെ വിമർശിക്കുന്നത് സീതയാണെന്നാണ്. ചിന്താവിഷ്ടയായ സീത കുമാരനാശന്റെ കൃതി വായിക്കുമ്പോൾ നമ്മൾ സുതൻ മാമുനിയോട് അയോധ്യയിൽ ഗതരായ ഒരളവൊന്നുരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താറുടെ ജാന്തവാടിയിൽ അരിയോരണി പന്തല സതിക്കൊരു ഭൂഭാഗ വിതർത്തു ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴും നരുളും പട്ടു വിരിപ്പുമായതേ രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്ന് അവിടെ താൻ തനിയെ വിചാര ഭാഷയിൽ എഴുതിയ ഒരു കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. അതിലാണ് ശ്രീരാമൻ ആദ്യമായിട്ട് വിമർശിക്കപ്പെടുന്നതെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ രാമായണത്തിൽ രാമൻ വിമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ രാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊല്ലുമ്പോൾ മൃതപ്രായനായി കിടക്കുന്ന ബാലിയുടെ അടുത്തേക്ക് രാമൻ ചെല്ലുമ്പോൾ ബാലി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ബാലി ചോദിക്കും, എന്തിനാണ് ഒളിയം പെയ്ത് എന്നെ കൊന്നത്? രാജധർമ്മം പാലിക്കാൻ കാട്ടിലേക്ക് വന്ന നിങ്ങൾ കാണിച്ച ഇത് രാജധർമ്മമാണോ? വീരധർമ്മമായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്നെ നിങ്ങൾ നേരിട്ട് യുദ്ധത്തിന് വിളിച്ച് വിഗ്രഹിക്കാത്തത് എന്തേ? സുഗ്രീവന് സാധിച്ചു തരാൻ കഴിയുന്നത് എനിക്ക് സാധിച്ചു തരാൻ കഴിയാത്തത് എന്തുണ്ട്? രാവണനെ നിങ്ങളുടെ കാൽ കീഴിലാക്കണമെങ്കിൽ ലങ്കയെ ത്രികൂടത്തോടുൾപ്പെടെ ഞാൻ ഇവിടേക്ക് വരുമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. വലിയൊരു വിമർശനമാണ് അധ്യാത്മരാമായണത്തിലുണ്ട്. ഏതായാലും ഇനി സമയം കഴിഞ്ഞു. ഇപ്പോൾ ദീപാരാധനാ സമയമാണ്. അതുകൊണ്ട് ഇനി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇവിടെ ഈ സന്നിധിയിലെത്താനും കുറച്ച് കാര്യങ്ങൾ പറയാനും സാധിച്ചത് ഒരുപാട് ഭാഗ്യമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കാലോചിതമായി പല വ്യാഖ്യാനങ്ങൾക്കും വഴങ്ങുന്ന രാമായണം ഈ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊന്ന് വായിക്കണം. അതിൽ പല ഉപദേശങ്ങളും നമുക്ക് കിട്ടും, പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പലരും നമ്മളോട് പറയും. അതൊക്കെ ക്ഷമാപൂർവ്വം കേൾക്കുകയും നമ്മുടേതായ ശരി കണ്ടെത്തുകയും ചെയ്യുക. അത് തന്നെയാണ് രാമായണ വായനയിലൂടെ ഇന്നിൻ്റെ ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഒപ്പം ഈ ഭൂതകാലത്തിലെ കഥകൾ കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇനിയും ഒരുപാടുണ്ട് പറയാൻ. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിലാവാം. എല്ലാവർക്കും രാമായണ മാസത്തിൽ ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരായണം നിത്യമതിന്നു മാർഗം, രാമായണം കാവ്യമതൊന്നു മാത്രം, പാരായണം ജീവിതമോക്ഷമാർഗം.